മജ്ജ്ഹിമനികായ 55 ജീവകസൂത്ത്. ഈ സൂത്രത്തിൽ ഭഗവാനും ജീവകനും തമ്മിലുള്ള സംഭാഷണമാണ്. മാംസഭോജനത്തെ പറ്റിയാണ് ഈ ഒരു സൂത്ത്. ഭഗവാൻ ഭിക്ഷുക്കളോട് മാംസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ആർക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാംസഭക്ഷണത്തെപ്പറ്റി അറിയാത്ത ഭിക്ഷുക്കൾക്കും അതേപോലെ തന്നെ ഉപാസകന്മാർക്കും തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. സൂത്രത്തിലേക്ക് കടക്കാം. ഞാനിപ്രകാരം കേട്ടു. ഒരു സമയത്ത് ഭഗവാൻ രാജഗൃഹത്തിന് അടുത്ത് ജീവക കുമാര ബച്ചൻ്റെ മാവുകളുടെ വനത്തിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ജീവകൻ ഭഗവാന്റെ അടുത്ത് പോയി വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഞാൻ ഇപ്രകാരം കേട്ടു. ബന്ദേ എന്ന് പറയുന്നത് ഭിക്ഷുക്കളോട് ബഹുമാനപൂർവ്വം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബന്ദേ എന്ന് പറയുന്നത്. അവർ ശ്രമണ ഗൗതമന് വേണ്ടി മാത്രമായിട്ട് മൃഗങ്ങളെ കൊല്ലുന്നു. ശ്രമണ ഗൗതമൻ അദ്ദേഹത്തിന് വേണ്ടി ആൾക്കാർ കൊന്ന മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നു. ഇത് നിന്ദനീയമായിട്ടുള്ള കർമ്മമാണ്. ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ ഭഗവാൻ പറയാത്ത ഏതെങ്കിലും നുണ പറഞ്ഞുകൊണ്ട് താങ്കളെ തെറ്റായിട്ട് അവർ ചിത്രീകരിക്കുകയാണോ ചെയ്യുന്നത്? അവരുടെ ഈ വിവരണം ധർമാനുസൃതം ആണോ? ഈ കാര്യം ധർമ്മത്തിൻ്റെ നിന്ദയ്ക്കോ അതേപോലെ തന്നെ ശാസനത്തിനോ കാരണമാകുമോ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ജീവക, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അവർ ആവർത്തിക്കുന്നത്. അവർ പറയുന്ന കാര്യം തെറ്റാണ്, നുണയാണ്. എന്നെ തെറ്റായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. ജീവക, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മാംസം ഒരിക്കലും ഭക്ഷിക്കരുത്. ദിഠം, സുതം, പരിസംഗീതം. അതായത് മൃഗങ്ങളെ കൊല്ലുന്നത് കാണുന്നു, അത് കേൾക്കുന്നു, അതിനെപ്പറ്റി നമ്മൾക്ക് സംശയമുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വേണ്ടി ആ മൃഗങ്ങളെ കൊല്ലുന്നു, അത് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ കൊന്നു എന്ന് ആരെങ്കിലും പറയുന്നു, അത് നമ്മൾ കേൾക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് സംശയമുണ്ടായി, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആ മൃഗത്തെ അല്ലെങ്കിൽ പക്ഷിയെ കൊന്നത് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ആ മാംസം ഭക്ഷിക്കരുത്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ മാംസം നമ്മൾ ഭക്ഷിക്കരുത്. ഇമേഹിക്കോ അഹം ജീവക തീഹി ഥാനേഹി മാംസം അപരിഭോഗന്തി വദാമി. ജീവക, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ മാംസം ഭക്ഷിക്കരുത്. ജീവക, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മാംസം ഭക്ഷിക്കാവുന്നതാണ്. അദിഠം, അസുതം, അപരസംഗീതം. നമ്മൾ അത് കണ്ടിട്ടില്ല, നമ്മൾ അതിനെ കേട്ടിട്ടില്ല, നമ്മൾക്ക് അതിൽ സംശയമില്ല. അതായത് നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ മൃഗത്തെ അല്ലെങ്കിൽ പക്ഷിയെ കൊന്നത് എന്ന് നമ്മൾ കണ്ടിട്ടില്ല. അതുകൂടാതെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അതിനെ കൊന്നത് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതുകൂടാതെ നമ്മൾക്ക് വേണ്ടിയാണ് അതിനെ കൊന്നത് എന്ന് നമ്മൾക്ക് സംശയവുമില്ല. ആ സമയത്ത് അത് കഴിക്കാം. ഈ 3 സമയത്ത് നമ്മൾക്ക് മാംസം കഴിക്കാം. ജീവക, ഉദാഹരണത്തിനായിട്ട് ഒരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കുക. ആ ഭിക്ഷു ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ അവിടുത്തെ ജനതയെ ആശ്രയിച്ചിട്ടാണ് ആ ഭിക്ഷു ജീവിക്കുന്നത്. അവർ മൈത്രിയുള്ള ചിത്തത്താൽ ഒരു ദിശയിൽ മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. രണ്ടാമത്തെ ദിശയിലും 3-ാമത്തെ ദിശയിലും 4-ാമത്തെ ദിശയിലും മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. അതിനുശേഷം മുകളിലേക്കും താഴോട്ടും പിന്നെ എല്ലാ ദിശകളിലേക്കും ഒരേപോലെ മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. ആ മൈത്രിയുള്ള ചിത്തം വിപുലമാണ്, അതിരില്ലാത്തതാണ്, മഹത്തരമാണ്. അതിൽ ഒട്ടും തന്നെ ദ്വേഷമോ വൈരമോ ഇല്ല. ആ ചിത്തത്താലാണ് അവർ എല്ലാ ദിശകളിലും ഒരേപോലെ മൈത്രി ചെയ്തുകൊണ്ട് വിഹരിക്കുന്നത്. ഇവിടെ പറയുന്നത് മൈത്രി സാധന എന്ന ഒരു സാധനയാണ്. മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളോടും മിത്രത, അതായത് എല്ലാ ജീവികളും സുഖമായിട്ട് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ശാന്തിയോടുകൂടി ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു കാര്യമാണ് മൈത്രി എന്ന് പറയുന്നത്. 4 ബ്രഹ്മവിഹാരങ്ങളുണ്ട്. അതായത് ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തി, അദ്ദേഹം എപ്പോഴും ഈ 4 ബ്രഹ്മവിഹാരത്തിലാണ് ജീവിക്കുന്നത്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രത, കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ, മുദിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ സന്തോഷത്തിൽ, പ്രാണികളുടെ സന്തോഷത്തിൽ നമ്മളും
സന്തോഷിക്കുന്നു. ഉപേക്ഷ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സമത. ഇതിനെയാണ് ബ്രഹ്മവിഹാരം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ബ്രഹ്മവിഹാരമായിട്ടുള്ള മൈത്രിയാണ് ഒരു ഭിക്ഷു ഇപ്പോൾ അഭ്യസിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൈത്രി സാധനയിലൂടെ അല്ലെങ്കിൽ ഈ 4 ബ്രഹ്മവിഹാരത്തിലൂടെ നമ്മൾക്ക് അർഹന്തനാകാൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഈ മൈത്രി സാധന അഭ്യസിക്കണം എങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോകുക. അവിടെ ബന്ദേ വിമലാരംസ് പഠിപ്പിക്കുന്ന മൈത്രി സാധന നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. തമേനം ഗഹപതി വാ ഗഹപതി പുത്തോ വാ ഉപസംഗമിത്വ സ്വാതനായ ഭക്തേന നിമന്തേതി. അങ്ങനെ മൈത്രി സാധന അഭ്യസിക്കുന്ന ആ ഭിക്ഷുവിൻ്റെ അടുത്ത് ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ പുത്രൻ അടുത്ത ദിവസത്തിൻ്റെ ഭക്ഷണത്തിനായിക്കൊണ്ട് അവരെ ക്ഷണിക്കുന്നു. ആ ഭിക്ഷു ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ഭിക്ഷു ആ ക്ഷണത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം പുലർച്ചെ ആവുന്ന സമയത്ത് അവർ വസ്ത്രമണിയുന്നു. അതിനുശേഷം അവരുടെ ചീവരവും അതേപോലെ തന്നെ ഭിക്ഷാപാത്രവും എടുത്തുകൊണ്ട് ആ ഗൃഹസ്ഥൻ്റെ വീട്ടിലെത്തിച്ചേരുന്നു. അവിടെ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നു. ഒരു ഭിക്ഷു ഉപയോഗിക്കുന്ന വസ്ത്രത്തെയാണ് ചീവരം എന്ന് പറയുന്നത്. ആ സമയത്ത് ആ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ ആ പുത്രൻ ആ ഭിക്ഷുവിന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭിക്ഷാന്നം കൊടുക്കുന്നു. അവർ സ്വന്തം കൈയാൽ അത് വിളമ്പിക്കൊടുക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല, ഈ ഗൃഹസ്ഥൻ എനിക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് തരുന്നത്, ഇത് വളരെ നല്ല കാര്യമാണ് എന്ന് ആ ഭിക്ഷു ഒരിക്കലും ചിന്തിക്കുന്നില്ല. ആ ഭിക്ഷു ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഈ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ പുത്രൻ എനിക്ക് ഭാവിയിലും ഇതേപോലെ തന്നെയുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം തരണം എന്ന് ആ ഭിക്ഷു ഒരിക്കലും ചിന്തിക്കുന്നില്ല. സോ തം പിണ്ടപാദം അഗത്തിഡോ. അപ്പോൾ ആ ഭിക്ഷു ആ ഭിക്ഷാന്നത്തെ, ആ ഭക്ഷണത്തെ ബന്ധനമില്ലാതെ അമുച്ചിതോ, ജാഗ്രതയോടുകൂടി, അനജ്ജോ പന്നോ, ആസക്തിയില്ലാതെ, ആദിനവദസ്സാവി, അതിൻ്റെ ആദിനവത്തെ ദർശിച്ചുകൊണ്ട്, അതായത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെപ്പറ്റി അതേപോലെ തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയത്തെപ്പറ്റി ദർശിച്ചുകൊണ്ട്, നിസ്സരണപ്പഞ്ഞു, അതിൽ നിന്ന് എങ്ങനെയാണ് വെളിയിൽ വരേണ്ടത് എന്ന ആ ബുദ്ധിയോടുകൂടി, പരിഭുഞ്ചതി, അതിനെ ഭക്ഷിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ഭിക്ഷു എപ്രകാരമാണ് ഭക്ഷണം കഴിക്കുന്നത്, അതായത് അതിൽ ഒട്ടും ബന്ധനമില്ലാതെ, അതായത് ഭിക്ഷാന്നം നല്ലതാണ്, അതിൽ രാഗമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ പ്രമാദമില്ല, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് കഴിക്കുന്നത്. ആസക്തി ഇല്ലാതെയാണ് കഴിക്കുന്നത്. അതായത് കഴിക്കുന്ന ഭക്ഷണം സ്വാദ് നല്ലതാണെങ്കിൽ അതിൽ ആസക്തനായിട്ടല്ല കഴിക്കുന്നത്, ഒട്ടും തന്നെ ആസക്തി ഇല്ലാതെയാണ് ആ വ്യക്തി ഭക്ഷണം കഴിക്കുന്നത്. ആദിനവദസ്സാവി, ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഭക്ഷണത്തിൽ ആസക്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രിയ സംവരം, അതായത് നാവിൽ രുചി വരുന്നു, അതിൽ നമ്മൾക്ക് ഇഷ്ടമാണ്, അനിഷ്ടമാണ്, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അകുശല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും, പാപധർമ്മങ്ങൾ വരും. അത് ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അത് കണ്ടുകൊണ്ടാണ് ഈ ഭിക്ഷു ഭക്ഷണം കഴിക്കുന്നത്. അതുകൂടാതെ നിസ്സരണപ്പഞ്ഞു, അതായത് എങ്ങനെ ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന് പുറത്തു വരണം എന്നറിഞ്ഞുകൊണ്ടാണ് ആ ഭിക്ഷു ഭക്ഷണം കഴിക്കുന്നത്. അതായത് ആ ഓരോ രസത്തിൻ്റെയും അനിത്യ സ്വഭാവം അറിഞ്ഞുകൊണ്ടാണ് ആ ഭിക്ഷു ഭക്ഷണം കഴിക്കുന്നത്. അത് സാധന ചെയ്തുകൊണ്ടാണ് ആ ഭിക്ഷു ഭക്ഷണം കഴിക്കുന്നത്. അതായത് സാധനയിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് ആ ഭിക്ഷു ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ആ ഭിക്ഷു ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിൻ്റെ രുചിയിൽ ഒരു കാരണവശാലും ആ ഭിക്ഷു ആസക്തനാവുന്നില്ല. ഇനി വീണ്ടും ഇതേ രീതിയിലുള്ള ഭക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞോ അതിൽ ആസക്തനാകാതെ, രാഗമില്ലാതെ, ദ്വേഷമില്ലാതെ അതിനെ ഭക്ഷിക്കുന്നു. ജീവക, ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് കരുതുന്നത്? അഭിനുസോ ഭിക്കു തസ്മിൻ സമയേ അത്തവ്യാപാദായ വ ചേതേതി, പരവ്യാപാദായ വ ചേതേതി, ഉദയവ്യാപാദായ വ ചേതേതീതി. ജീവക, അങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് ആ ഭിക്ഷു സ്വയം ഹാനിയുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഹാനിയുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? തനിക്കും മറ്റുള്ളവർക്കും ഹാനിയുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് സ്വയം മാംസഭക്ഷണം കഴിക്കാൻ ആ ഭിക്ഷു ആഗ്രഹിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും പ്രാണികളെ കൊന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആ ഭിക്ഷു ആഗ്രഹിക്കുന്നുണ്ടോ?
ബാക്കിയുള്ളവർ അതിനെ കൊല്ലണമെന്ന് ആ ഭിക്ഷു ആഗ്രഹിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ തനിക്കും ബാക്കിയുള്ളവർക്കും ഹാനിയുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ആ ഭിക്ഷു ആലോചിക്കുന്നുണ്ടോ? അതായത് ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് ചേതനാഹം കമ്മം വദാമി ഭിക്ഷവേ, അതായത് നമ്മുടെ മനസ്സിൻ്റെ ചേതനയാണ് കർമ്മം എന്ന് പറയുന്നത്. ഒരു പ്രാണിയെ കൊല്ലണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചേതനയെങ്കിൽ ആൾറെഡി ആ കൊല്ലൽ നടന്നു കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിചാരവും ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഇല്ല. ഉണ്ടെങ്കിൽ അത് ആ ഭിക്ഷുവിൻ്റെ കുറ്റമാണ്. അപ്പോൾ ജീവക ആ ഭിക്ഷുവിന് സ്വയം ഹാനിയുണ്ടാക്കണമെന്നോ മറ്റുള്ളവർക്ക് ഹാനിയുണ്ടാക്കണമെന്നോ സ്വയവും മറ്റുള്ളവർക്കും ഒരുപോലെ ഹാനിയുണ്ടാക്കണമെന്നും ആ സമയത്ത് ഭിക്ഷു വിചാരിക്കുന്നുണ്ടോ? ഇല്ല ബന്ധേ. ജീവക ആ ഭിക്ഷു ആ സമയത്ത് നിന്ദിയില്ലാതെയല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അതായത് ഭിക്ഷു കഴിക്കുന്ന ആ ഭക്ഷണത്തെ ആർക്കെങ്കിലും നിന്ദിക്കാൻ സാധിക്കുമോ? നിന്ദിയില്ലാത്ത ഭക്ഷണമല്ലേ അവർ കഴിക്കുന്നത്? അതേ ബന്ധേ. എന്നിട്ട് ജീവൻ ഇങ്ങനെ പറഞ്ഞു, സുതം മേതം ബന്ധേ. ബന്ധേ, ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, ബ്രഹ്മ മേത്താവിഹാരീതി. ബ്രഹ്മാവ് എല്ലാ സമയത്തും മൈത്രിയിലാണ് വിഹരിക്കുന്നത്. ബന്ധേ, ഞാൻ ഇപ്പോൾ ഭഗവാനെ സ്വന്തം ദൃഷ്ടിയാൽ മൈത്രിയാൽ വിഹരിക്കുന്നത് കണ്ടു. സത്യമായിട്ടും ഭഗവാൻ തന്നെയാണ് മൈത്രിയിൽ വിഹരിക്കുന്നത്. അതായത് തഥാഗതൻ തന്നെയാണ്, ബുദ്ധൻ തന്നെയാണ് മൈത്രിയിൽ വിഹരിക്കുന്നത്. ജീവക, രാഗം, ദ്വേഷം, മോഹം ഇതുമൂലം ചിത്തത്തിന് ഏതൊരു ദ്വേഷമുണ്ടാകുന്നുവോ വ്യാപാദം ഉണ്ടാകുന്നുവോ തഥാഗതൻ അതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അതിനെ വേരോടെ പിഴുതെറിഞ്ഞിരിക്കുകയാണ്. തലയില്ലാത്ത ഒരു പനമരം പോലെ ആയിരിക്കുകയാണ്, അതിനെ പരിപൂർണമായിട്ടും നശിപ്പിച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും ഭാവിയിൽ മുളയ്ക്കുന്നതല്ല. ജീവക, ഇതാണോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ജീവകൻ പറഞ്ഞു, ബന്ധേ, അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു ഭിക്ഷുവിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണത്താൽ വ്യക്തമാക്കി. ഇനി മറ്റൊരു ഭിക്ഷുവിൻ്റെ ഉദാഹരണമാണ് ഭഗവാൻ തരുന്നത്. ജീവക, മറ്റൊരു ഭിക്ഷു ഉണ്ട് എന്ന് കരുതുക. ആ ഭിക്ഷു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ പട്ടണത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ ഭിക്ഷു കരുണാസഹൃദയേന ചേതസ. ആ ഭിക്ഷു കരുണയുള്ള ചിത്തത്താലാണ് 4 ദിശകളിലേക്കും പിന്നെ മുകളിലേക്കും താഴേക്കും പിന്നെ എല്ലാ സ്ഥലത്തേക്കും അനന്തമായിട്ടുള്ള അതിലില്ലാത്ത കരുണ ഉള്ള ചിത്തത്താൽ വിഹരിക്കുന്നത്. അതിൽ ഒട്ടും തന്നെ ദ്വേഷമില്ല. അതുപോലെ തന്നെ കരുണയുള്ള ചിത്തത്താൽ, മുദിതിയുള്ള ചിത്തത്താൽ, ഉപേക്ഷയുള്ള ചിത്തത്താൽ, ഉപേക്ഷ എന്ന് പറയുമ്പോൾ സമത, ഉപേക്ഷയുള്ള ചിത്തത്താൽ 4 ദിശകളിലേക്കും ഉപേക്ഷ പ്രസരിപ്പിക്കുന്നു. പിന്നെ മുകളിലോട്ടും താഴോട്ടും പിന്നെ എല്ലാ ദിശകളിലേക്കും ഒരേപോലെ മുദിത പ്രസരിപ്പിക്കുന്നു. പിന്നീട് എല്ലാ ലോകത്തിലേക്കും ഒരുപോലെ ആ അനന്തമായിട്ടുള്ള ആ വികാസമുള്ള ആ അതിരുകളില്ലാത്ത ദ്വേഷമില്ലാത്ത വൈരമില്ലാത്ത ചിത്തത്താൽ വിഹരിക്കുന്നു. അതായത് ഇവിടെ 4 ബ്രഹ്മവിഹാരത്തിൻ്റെ സാധനയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപുള്ള സൂത്രത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി കണ്ടിരുന്നു. ബ്രഹ്മവിഹാരത്താലും നമ്മൾക്ക് അർഹന്തനാകാൻ സാധിക്കും. ഈ ബ്രഹ്മവിഹാരത്തിൻ്റെ ധ്യാനം നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. അവിടെ ബന്ധേ വിമലാരംസി പഠിപ്പിക്കുന്ന ബ്രഹ്മവിഹാര ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഭിക്ഷു ആ ബ്രഹ്മവിഹാരത്തിൻ്റെ സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജീവികളോടും മൈത്രിയുണ്ട്, കരുണയുണ്ട്, ഒരു ജീവികളെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ജീവികളോടും ദ്വേഷമില്ല, വൈരമില്ല. ആ സമയത്ത് ആ ഭിക്ഷുവിൻ്റെ അടുത്ത് ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ്റെ പുത്രൻ അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനായിട്ട് ആ ഭിക്ഷുവിനെ ക്ഷണിക്കുന്നു. ജീവക, ആ ഭിക്ഷു ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ക്ഷണം സ്വീകരിക്കുന്നു. രാത്രി കഴിയുന്ന സമയത്ത് പുലർച്ചെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആ ഭിക്ഷു വസ്ത്രം അണിഞ്ഞ് ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് ആ ഗൃഹസ്ഥൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ അവർ ഇരിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷുവിന് ആ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ പുത്രൻ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, ഭിക്ഷാന്നം വിളമ്പിക്കൊടുക്കുന്നു. ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ചിന്ത ഉണ്ടാകുന്നില്ല, ഈ ഗൃഹസ്ഥൻ എനിക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭിക്ഷാന്നമാണ് തരുന്നത് എന്നുള്ള ചിന്ത ഒരിക്കലും ആ ഭിക്ഷുവിന് ഉണ്ടാകുന്നില്ല. ഇത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള ചിന്ത ആ ഭിക്ഷുവിന് ഉണ്ടാകുന്നില്ല. അതായത് അതിൽ ഒട്ടും തന്നെ ഭിക്ഷു ആസക്തനാകുന്നില്ല, രാഗമില്ല.
അതുകൂടാതെ ആ ഭിക്ഷു ഇങ്ങനെയും ചിന്തിക്കുന്നില്ല, എനിക്ക് ഇവർ ഭാവിയിലും ഇതേപോലെ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം തരും എന്നും ആ ഭിക്ഷു ഒരിക്കലും ചിന്തിക്കുന്നില്ല. ആ ഭിക്ഷാന്നത്തെ അവർ ബന്ധനമില്ലാതെ ജാഗ്രതയോടുകൂടിയിട്ട് അനാസക്തനായിട്ട് അതിൻ്റെ ഉള്ളിലെ അപകടത്തെപ്പറ്റി, ഭയത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ളതിനെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ആ ഭക്ഷണം ഭക്ഷിക്കുന്നു. അതായത് സാധന ചെയ്ത് രാഗമില്ലാതെ ദ്വേഷമില്ലാതെ അനാസക്തനായിട്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. ജീവക, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭിക്ഷു തനിക്ക് ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? തനിക്കും മറ്റുള്ളവർക്കും ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് പ്രാണികളെ കൊന്ന് തനിക്ക് ഭക്ഷണം തരണം, അവർക്ക് ഹാനി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അതിനെ കൊല്ലട്ടെ, അവർക്ക് ഹാനി ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് എനിക്കും അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഹാനി ഉണ്ടാകണം എന്ന് ആ ഭിക്ഷു ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇല്ല ബന്ദേ. ബന്ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബഹുമാനപൂർവ്വം ഒരു ഉപാസകൻ ഭിക്ഷുവിനെ വിളിക്കുന്ന പേരാണ് ബന്ദേ. ആ ഭിക്ഷു ആ സമയത്ത് നിന്ദയില്ലാത്ത ഭക്ഷണം തന്നെയല്ലേ കഴിക്കുന്നത്? അതേ ബന്ദേ. അതായത് ആ സമയത്ത് ആ ഭിക്ഷുവിനെ ആർക്കും നിന്ദിക്കാൻ സാധ്യമല്ലല്ലോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ ജീവകൻ പറഞ്ഞു, ബന്ദേ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബ്രഹ്മാവ് ഉപേക്ഷയിലാണ് വിഹരിക്കുന്നത്. ഞാനിപ്പോൾ സ്വന്തം കണ്ണുകൊണ്ട് ഭഗവാൻ ഉപേക്ഷയിൽ വിഹരിക്കുന്നത് കണ്ടു. സത്യമായിട്ടും ഭഗവാൻ തന്നെയാണ് ഉപേക്ഷയിൽ വിഹരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ജീവക, ഏതൊരു രാഗമുണ്ടോ, ദ്വേഷമുണ്ടോ, മോഹമുണ്ടോ, അതുമൂലം ഹിംസാപരമായിട്ടുള്ള ചിന്ത, തൃപ്തിയില്ലായ്മ, അതേപോലെ തന്നെ വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം ഇതുണ്ടാകുന്നുവോ അതിനെയെല്ലാം ആ തഥാഗതൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനെ വേരോടുകൂടി പിഴുതെറിഞ്ഞിരിക്കുകയാണ്. തലയില്ലാത്ത ഒരു പനമരം പോലെ ആയിരിക്കുകയാണ്, നശിപ്പിച്ചിരിക്കുകയാണ്. അത് വീണ്ടും ഒരിക്കലും മുളയ്ക്കുന്നതല്ല. ജീവക, താങ്കളുടെ സംഭാഷണത്തിൽ ഇതിനെപ്പറ്റിയാണോ താങ്കൾ സൂചിപ്പിച്ചത്? അതാണെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കുന്നു. ജീവകൻ പറഞ്ഞു, ബന്ദേ, അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. യോ ഖോ ജീവക തഥാഗതം വാ തഥാഗത സാവകം വാ. ജീവക, ഏതൊരു വ്യക്തി ആണെങ്കിലും തഥാഗതന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തഥാഗതൻ്റെ ശ്രാവകന് വേണ്ടിയിട്ടോ, അതായത് ഒരു ഭിക്ഷുവിന് വേണ്ടിയിട്ടോ, ഉദ്ദിസ പാണം ആരഭതി, അവർക്ക് വേണ്ടി ഒരു പ്രാണിയെ കൊല്ലുന്നുവോ, സോ പഞ്ചഹി ഠാനേഹി ബഹും അപുണ്യം പസവതി. ആ വ്യക്തി 5 കാരണങ്ങളാൽ ഒരുപാട് അപുണ്യം അല്ലെങ്കിൽ പാപം ആ വ്യക്തി നേടുന്നു. ഇവിടെ പറയുന്നത് വീണ്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ജീവക, തഥാഗതന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുദ്ധന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഏതെങ്കിലും ശിഷ്യന്മാരായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തി പ്രാണികളെ കൊല്ലുകയാണെങ്കിൽ, മൃഗങ്ങളെയോ പക്ഷികളെയോ കൊല്ലുകയാണെങ്കിൽ, ഈ പറയുന്ന 5 കാരണങ്ങൾ കൊണ്ട് അവർ ഒരുപാട് പാപം നേടുന്നു എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് ഈ 5 കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പാപമാണ് ഉണ്ടാകുന്നത്, ഒരു കാരണവശാലും പുണ്യമുണ്ടാകുന്നില്ല. ഈ കാര്യം ഓരോ ഉപാസകനും മനസ്സിലാക്കണം. അതായത് ഓരോ ഭിക്ഷുവും അവർ ഒട്ടും തന്നെ രാഗദ്വേഷമില്ലാതെ ആണ് അവർ ഭക്ഷിക്കുന്നത്. അപ്പോൾ അവർ സ്വതന്ത്രരാണ്, അവർ പുണ്യമാണ് ആർജിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി ഒരു ഉപാസകൻ ഏതെങ്കിലും മൃഗങ്ങളെയോ പക്ഷികളെയോ കൊന്ന് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഉപാസകന് 5 തരത്തിലുള്ള പാപമാണ് ഉണ്ടാകുക. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഒരു ഉപാസകൻ ഒരു ഭിക്ഷുവിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഒരു മൃഗത്തെയോ പക്ഷിയെയോ കൊല്ലരുത്. ഇത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 5 തരത്തിലുള്ള പാപങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകും. 5 പ്രകാരത്തിലുള്ള പാപങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ആ ഗൃഹസ്ഥൻ ഇങ്ങനെ പറയുന്നു, പോകൂ, എന്നിട്ട് ആ പ്രാണിയെ കൊണ്ടുവരൂ. ഇതാണ് ആ ഒന്നാമത്തെ കാര്യം. ഇതുമൂലം ആ വ്യക്തി ഒരുപാട് പാപങ്ങൾ ഉണ്ടാക്കുന്നു. ഗച്ഛത അമുഖം നാമ പാണം ആനീതാതി. പോകൂ, ഈ പേരുള്ള ആ പ്രാണിയെ പിടിച്ചു കൊണ്ടുവരൂ എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പാപമുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. ഇതുമൂലം ആ വ്യക്തിക്ക് ഒരുപാട് അപുണ്യം അല്ലെങ്കിൽ പാപമുണ്ടാകുന്നു.
അതായത് ആ കോഴിയെയോ ആടിനെയോ എന്തിനേയും പിടിച്ചു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ആ പ്രാണിയുടെ കഴുത്തിൽ കയറിട്ട് അതിനെ വലിക്കുന്ന സമയത്ത് അത് ഒരുപാട് വേദന അനുഭവിക്കുന്നു, മനസ്സിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇതിനാൽ ആ വ്യക്തി ഒരുപാട് അപുണ്യം അല്ലെങ്കിൽ പാപം സമ്പാദിക്കുന്നു. അടുത്തതായിട്ട് അവർ ഇങ്ങനെ പറയുന്നു, ആ പ്രാണിയെ വധിക്കുക, ആ പ്രാണിയെ കൊല്ലുക എന്ന് പറയുന്നു. ഇത് മൂന്നാമത്തെ കാരണമാണ്. അതിനാൽ ആ വ്യക്തി ഒരുപാട് പാപവും അപുണ്യവും സമ്പാദിക്കുന്നു. അടുത്തതായിട്ട് ആ പ്രാണിയെ കൊല്ലുന്ന സമയത്ത് ആ പ്രാണിക്ക് ഒരുപാട് വേദനയും അതിൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖവും അത് അനുഭവിക്കുന്നു. ഇതാണ് നാലാമത്തെ കാരണം. ഇതിനാൽ ആ വ്യക്തിക്ക് ഒരുപാട് അപുണ്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് പാപം നേടുന്നു. അതിനുശേഷം ആ വ്യക്തി തഥാഗതൻ, അതായത് ഭഗവാൻ ബുദ്ധനോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ശിഷ്യനോ ഈ അനുവദനീയമല്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു. അത് അഞ്ചാമത്തെ കാരണമാണ്. അതിനാൽ ആ വ്യക്തിക്ക് ഒരുപാട് അപുണ്യം, പാപം ഉണ്ടാകുന്നു. ഇനി ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അടുത്ത വാചകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു, യോഖോ ജീവക തഥാഗതം വാ തഥാഗത സാവകം വാ ഉദ്ദിസ പാണം ആരഭതി സോ ഇമേഹി പഞ്ചാഹി ഠാനേഹി ബഹും അപുണ്യം പസവതീതി. ജീവക തഥാഗതന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തഥാഗതൻ്റെ ശ്രാവകൻ അല്ലെങ്കിൽ തഥാഗതൻ്റെ ശിഷ്യന് വേണ്ടിയിട്ടോ ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും പ്രാണികളെ വധിക്കുകയാണെങ്കിൽ, കൊല്ലുകയാണെങ്കിൽ ഈ 5 കാരണങ്ങളാൽ ആ വ്യക്തി ഒരുപാട് പാപം നേടുന്നു. ഈ 5 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആ പ്രാണിയെ കൊണ്ടുവരിക എന്ന് ആദ്യം പറയുന്നു. അതിൻ്റെ കഴുത്തിൽ കയറിട്ട് വലിക്കുന്ന സമയത്ത് ആ പ്രാണി ഒരുപാട് വേദന അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ആ പ്രാണിയെ കൊല്ലാൻ പറയുന്നു. നാലാമത് ആ പ്രാണി കൊല്ലപ്പെടുന്ന സമയത്ത് അതിൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടാകുന്നു, അത് ഒരുപാട് വേദന അനുഭവിക്കുന്നു. ഇത് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് ആ അനുവദനീയമല്ലാത്ത ആ മാംസം ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ശിഷ്യന്മാർക്കോ അവർ വിതരണം ചെയ്യുന്നു. ഇത് അഞ്ചാമത്തെ പാപം. അതിനാൽ ദയവ് ചെയ്ത് ഒരു ഉപാസകനും ഒരു ഭിക്ഷുവിനു വേണ്ടിയിട്ടും ഒരു കാരണവശാലും ഒരു പ്രാണിയെയും കൊല്ലരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഒരുപാട് പാപത്തിന് അടിമപ്പെടും. അതിനാൽ ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ഉപാസകന്മാർക്ക് അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ജീവകൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ആശ്ചര്യം ബന്ദേ, അത്ഭുതം ബന്ദേ. ഈ ഭിക്ഷുക്കൾ തീർച്ചയായിട്ടും അനുവദനീയമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഈ ഭിക്ഷുക്കൾ തീർച്ചയായിട്ടും നിന്ദയില്ലാത്ത ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. അതായത് ആർക്കും ഈ ഭിക്ഷുക്കളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അഭികന്ധം ബന്ദേ, അഭികന്ധം. വളരെ നന്നായി ബന്ദേ, വളരെ നന്നായി. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ അവസാനിക്കുന്നതുവരെ ഭഗവാൻ എന്നെ ഒരു ഉപാസകനായിട്ട് കരുതണം. ജീവിതം മുഴുവൻ അങ്ങയിൽ ശരണം തേടിയ ഉപാസകനായിട്ട് എന്നെ കരുതണം. ജീവകസൂത്രം നിഷ്ഠിതം. ഇന്ന് ഒരുപാട് ഉപാസകന്മാരുണ്ട്. അവർ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാറുണ്ട്. അതിനാൽ അത്തരക്കാർക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുക. ഒരു കാരണവശാലും ഏതെങ്കിലും ഭിക്ഷുക്കൾക്ക് വേണ്ടി ഒരു പ്രാണിയെയും കൊല്ലരുത്, ഒരു പക്ഷിയെയും കൊല്ലരുത്. അത് വളരെ പാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൂത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് പുണ്യവദനത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.